ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് തേർഡ് ചാപ്റ്റർ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ പീരിയോഡിക് ടേബിളിന്റെ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അതിന്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ റിവൈസ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ പറയിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ കണ്ടന്റുകളൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ചെറിയ അതിലുള്ള മെയിൻ ഇക്വേഷൻസുകളൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ദെൻ ഇന്ന് നമ്മൾ ഫോർത്ത് ചാപ്റ്റർ നേരെ തുടങ്ങുകയാണ് ആക്ച്വലി കേട്ടോ. ഓർത്തു വെക്കാം ഫോർത്ത് ചാപ്റ്റർ. ആ ചാപ്റ്റർ പേര് എഴുതിയോ? ഫോർത്ത് ചാപ്റ്റർ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര പേർക്ക് ഫോർത്ത് ചാപ്റ്റർ സ്കൂളിലോ എടുത്തോ? അപ്പൊ കുഴപ്പമില്ല. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കുക. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓർഗാനിക് കെമിസ്ട്രി ഒഴിച്ച് 11th and 12th ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയൊരു കാറ്റഗറി ഉണ്ട്. ആ ഒരു കാറ്റഗറി ഒഴിച്ച് ബാക്കിയുള്ളതിൽ ഏറ്റവും ടോപ്പ് ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ചാപ്റ്റർ ആണ്, ഫോർത്ത് ചാപ്റ്റർ കേട്ടോ. ഓർത്ത് നോക്കുക. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ചാപ്റ്ററിൽ കൺസെപ്റ്റ് ഏറ്റവും നിങ്ങൾക്ക് അറിയാലോ, സ്ട്രക്ചർ ഓഫ് ആറ്റം സെക്കൻഡ് ചാപ്റ്റർ 3 വലുതായിരുന്നു അല്ലെ. ഓർത്ത് നോക്കാം. ഏകദേശം അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ചാപ്റ്റർ ആണത്. കണ്ടന്റുകൾ വലിയ രീതിയിൽ കുറെ കൺസെപ്റ്റ് ഒക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇനി എൻട്രൻസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ 11th and 12th ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഈ ചാപ്റ്റർ ആണ്. അപ്പൊ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് നല്ല ഡെപ്തിലും ക്ലിയർ ചെയ്ത് പറയാം. ഈ ചാപ്റ്ററിന്റെ ടോട്ടൽ കണ്ടന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ടോട്ടൽ കണ്ടന്റ് ഫോർത്ത് ചാപ്റ്ററിന്റെ ടോട്ടൽ കണ്ടന്റ് പറയാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൺസെപ്റ്റ് എടുത്ത് പോവാം. ഈ ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങില് ഫസ്റ്റ് അവര് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പണ്ട് പഠിച്ചേക്കുന്നതാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന ഡോട്ട് സ്ട്രക്ചർ ആണ്. ഡോട്ട് സ്ട്രക്ചർ എവിടെയാണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടേക്കണേന്ന് ഓർമ്മയുണ്ടോ? ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല, 8th ഉണ്ട്. 10th നമ്മള് അയണിക് ബോണ്ടിൽ NA ഒരു ഡോട്ട് ഇടും. എന്നിട്ട് ഇതിങ്ങനെ CL ഇങ്ങനെ അല്ലെ. ഓർത്തോ, ആ ഡോട്ട് ഇല്ലേ, ഡോട്ട് എന്ന് പറഞ്ഞ ഇലക്ട്രോൺ. ആ ഡോട്ട് ആര് കണ്ടെത്തിയ? ലൂയിസ്. അതുകൊണ്ട് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആണ്. ഓർത്ത് നോക്കാം. അപ്പൊ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടോപ്പിക് വരുന്നത്. അവിടെ കണ്ട ഇതുപോലെ അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷെയറിംഗ്. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഷെയറിംഗ് അല്ലെ, CH4 അതിന്റെയൊക്കെ ഇലക്ട്രോണിക് ഡോട്ട് സ്ട്രക്ചർ. അപ്പൊ ആ ഏരിയ ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോ 10th കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഒരു ഫോർമൽ ചാർജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഫോർമൽ ചാർജ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് നെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ വീണ്ടും പറയും. എന്തായിരിക്കും? ഒക്ടറ്റ് റൂൾ അറിയില്ലേ? അത് തന്നെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഔട്ടർ മോസ്റ്റിൽ 8 വന്നാൽ അതെന്തായിരിക്കും? സ്റ്റേബിൾ അല്ലെ. ആരെ പോലെ ആവും? നോബിൾ ഗ്യാസിനെ പോലെ അല്ലെ. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാവും. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ 8 വരിക എന്ന് പറയുന്ന ഒരു റൂൾ, ഒക്ടറ്റ് റൂൾ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടെ വരുന്ന കുറെ ടേമുകളാണ്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ഓർഡർ, റെസണൻസ്, അങ്ങനെ വരുന്ന കുറെ ടേമുകളാണ്. അപ്പൊ ആദ്യത്തെ ഒരു 3-4 പേജ് കൂടുതലുണ്ട്. ഈ പറയുന്ന ഏരിയാസ് ആണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ? ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ഇനി ചാപ്റ്റർ പേര് ശ്രദ്ധിച്ച കെമിക്കൽ ബോണ്ടിങ്. ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്? അയണിക് എന്ന് പറയുമ്പോൾ എന്താ? ട്രാൻസ്ഫർ ആണ്. ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെ, കോവാലന്റ് ബോണ്ട്, ഷെയറിംഗ്. അപ്പൊ ഈ ബോണ്ടുകളുടെ കാര്യമാണ് ആദ്യത്തെ ടോപ്പിക്കിൽ ഒരു ജനറൽ ആയിട്ട് പറയുന്നത്. ഇത് കഴിഞ്ഞാലാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടോപ്പിക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡൈപോൾ. അവിടെ നിന്ന് തൊട്ട് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒരു എന്താ പറയാ 85% ഇനി ഈ പറയുന്ന ടോപ്പിക്കാണ് ഡൈപോൾ മൊമെന്റ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡൈപോൾ മൊമെന്റ് കേട്ടോ. അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. VSEPR തിയറി ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറിയാണ് ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് VBT, വാലൻസ് ബോണ്ട് തിയറി. അത് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അവിടെ SP, SP2, SP3, SP3D, SP3D2 ഹൈബ്രിഡൈസേഷൻ വിത്ത് എക്സാമ്പിൾ വരും. ഇങ്ങനെ അപ്പൊ 4 ടോപ്പിക്കായി. ദെൻ 5th ടോപ്പിക് എന്ന് പറയുന്നത് MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT. അപ്പൊ ഇതെല്ലാം വലിയ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഈ അങ്ങനെ 5 ഒതുക്കിയെങ്കിലും ബിഗ് കൺസെപ്റ്റുകളാണ്. ഏറ്റവും ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തുക. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കോർ ചാപ്റ്റർ ഒരു കയ്യിലേക്ക് ഒതുങ്ങി. ഏതൊക്കെയായിരുന്നു? ആദ്യത്തത് ഡൈപോൾ മൊമെന്റ്,
സെക്കൻഡ് എന്തായിരുന്നു? VSEPR തിയറി. തേർഡ് എന്താണ്? VBT. ദെൻ നെക്സ്റ്റ് ഫോർത്ത് എന്തായിരുന്നു? ഹൈബ്രിഡൈസേഷൻ. ഓർത്തുവെക്കുക. ഫിഫ്ത് എന്താണ്? MOT. അപ്പോ ഇത് വലിയ വലിയ ടോപ്പിക്സ് ആണ് ഈ പറയുന്ന 5. ഈ 5 ടോപ്പിക്സ് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡയറക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് വെച്ച് ഇങ്ങനെ അത് നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് അറിയാം, അത്രേ ഉള്ളൂ. ആദ്യത്തെ ടോപ്പിക്കുകളെല്ലാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ കേട്ടോ. ചാപ്റ്ററിന്റെ പേര് എഴുതിയോ? അല്ലെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആ ചാപ്റ്ററിന്റെ പേരെന്താണ് അല്ലെ, കെമിക്കൽ ബോണ്ട് എന്താന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സബ് ഹെഡിങ് കെമിക്കൽ ബോണ്ട് എന്ന സബ് ഹെഡിങ് എഴുതി കേട്ടോ, കുഞ്ഞു ഹെഡിങ്. ഒരു പോയിന്റ് ആണ് കെമിക്കൽ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. കെമിക്കൽ ബോണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ കേട്ടോ. ആദ്യം നമ്മൾ കെമിക്കൽ ബോണ്ടിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്, ഒന്ന് എഴുതി വെച്ചോ. ദ അട്രാക്റ്റീവ് ഫോഴ്സ്, കെമിക്കൽ ബോണ്ട് കേട്ടോ, സബ് ഹെഡിങ് ആണ്, ഒരു ഡെഫിനിഷൻ ആണ്. ദ അട്രാക്റ്റീവ് ഫോഴ്സ്, the attractive force which hold the attractive force which hold various the attractive force which hold HOLDS കേട്ടോ, holds various constituents ബ്രാക്കറ്റില് atoms, ion, etc. ആറ്റംസ്, അയോൺ, എക്സെട്ര. പേന വേണോ? പറയാം കേട്ടോ. എവിടം വരെ എഴുതി? ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ബ്രാക്കറ്റില് ആറ്റം, അയോൺ, എക്സെട്ര. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ടുഗദർ ഇൻ ഡിഫറെന്റ് കെമിക്കൽ സ്പീഷീസ്. Together in different chemical species. Together in different chemical species. Together in different chemical species is called a chemical bond. Is called a chemical bond. ഇനി നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അനുസരിച്ചുള്ള സിംബൽസ് ആണ് വരയ്ക്കുന്നത്. ലൂയിസ് സിംബൽസ്, LEWIS, സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാണ് കേട്ടോ. ലൂയിസ് സിംബൽസ്, ലൂയിസ് സിംബൽസ്. ലൂയിസ് സിംബൽസ് അനുസരിച്ചിട്ട് വേറെ ഒന്നുമില്ല. ലിഥിയം ആറ്റമിക് നമ്പർ എത്രയാ? ലിഥിയം ആറ്റമിക് നമ്പർ 2 ആണോ? 3. ആറ്റമിക് നമ്പർ 3 ലിഥിയം. ആറ്റമിക് നമ്പർ 3 വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? 1s2 അല്ലെ, അല്ലെങ്കിൽ 2,1. 2,1 അങ്ങനെയല്ല എഴുതാം. നോക്കാം 2,1. അപ്പൊ ലിഥിയം 3 എന്ന് പറയുന്ന അത് ഉണ്ടോ, 2,1 എന്ന് എഴുതി. ഔട്ടർ മോസ്റ്റിൽ 1 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇത്രയുള്ളൂ. ലിഥിയം എഴുതാം, അതേ ഇവിടെ ഒരു ഡോട്ട് ഇടാം കേട്ടോ. ലിഥിയം ഡോട്ട്, ഇത്ര സിമ്പിൾ. വേഗം എഴുതി. ലൂയിസ് സിംബൽ ഓഫ് ലിഥിയം എന്തായിരിക്കും? ഒരു ഡോട്ട്. ബെർലിയം എന്തായിരിക്കും ആൻസർ? ബെർലിയത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ? ബെർലിയം 4 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? 2,2. അപ്പൊ ഔട്ടർ മോസ്റ്റില് ഓർത്ത് നോക്കാം 2. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഇങ്ങനെ ഡോട്ടിൽ ഇടുന്നതാണ് ലൂയിസ് സിംബൽസ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ എത്രയായിരിക്കും? ഓക്സിജൻ ആറ്റമിക് നമ്പർ 8. അപ്പൊ 2,6. അപ്പൊ ഓക്സിജൻ കേട്ടോ, ഓരോന്നായിട്ട് എഴുതണം കേട്ടോ. ലിഥിയം, ബെർലിയം, ഓക്സിജൻ. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എത്രയുണ്ട്? 6 ഉണ്ട്. 1 2 ഉണ്ടോ? 3 4 5 6. അലൂമിനിയം 13 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? 2,8,3. അലൂമിനിയം എത്രയാ? 13. 2,8,3. അപ്പൊ എന്തായിരിക്കും? 3 കേട്ടോ. അതും കൂടി എഴുതി വെച്ച്. AL 1 2 3. അപ്പോ ലൂയിസ് സിംബൽസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് പോവാ കേട്ടോ. അത് നോക്കാം. വേണ്ട, ഞാൻ എഴുതി വെച്ചാ ഇവിടെ വേണമെങ്കിൽ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയൊക്കെ വലിയ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ
നമ്മൾ എന്താണ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം അതിൽ നിന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ. ഓർത്തു ഇത് കണ്ട ഐഡന്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എഴുതണം കേട്ടോ. അത് മനസ്സിലായല്ലോ. എന്താണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ റെപ്രസെന്റ് ഇൻ എ ഡോട്ട് കേട്ടോ. അതാണ് ലൂയിസ് സിംബലിന്റെ മീനിങ് വരുന്നത്. അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങളുടെ വൺ വേർഡ്സിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വാലൻസ് ഇലക്ട്രോൺ റെപ്രസെന്റ് ഇൻ എ ഡോട്ട് കേട്ടോ. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടേം എഴുതുന്നത് അയണിക് ബോണ്ട് ആണ് കേട്ടോ. അടുത്ത സബ് ഹെഡിങ് എഴുതി വെക്കാം, അയണിക് ബോണ്ട്. അയോണിക് ബോണ്ട്, അയോണിക് ബോണ്ട്, അയോണിക് ബോണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് സബ് ഹെഡിങ് ആണ് അയോണിക് ബോണ്ട്. അയണിക് ബോണ്ടിന്റെ ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The bond formed as a result of the electrostatic attraction. The bond formed as a result of the electrostatic attraction between the positive and negative ions was termed as the electrovalent bond. Electrovalent bond. Ion was termed the electrovalent bond or എന്തായിരിക്കും അയണിക് ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന അയണിക് ബോണ്ട് അനദർ ഡെഫിനിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഓർ അയണിക് ബോണ്ട് കേട്ടോ. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക. എക്സാമ്പിൾ നമ്മൾ 10th പഠിച്ചേക്കുന്ന സ്റ്റൈലിൽ തന്നെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അയണിക് ബോണ്ടിന്റെ എക്സാമ്പിൾ എന്താ? NaCl, CaCl2, MgCl2 അല്ലെ, KCl അങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെല്ലാം സോൾട്ടുകളെല്ലാം അയണിക് ബോണ്ടിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോ NaCl രണ്ട് എക്സാമ്പിൾ എഴുതാം. NaCl, then CaBr, CaCl2 എഴുതിക്കും. CaCl കേട്ടോ, രണ്ട് എക്സാമ്പിൾസുകൾ എഴുതി വെക്കാം. CaCl2. അപ്പൊ NaCl എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? എന്നയുടെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2,8,1 അല്ലെ. അപ്പൊ എത്ര ആണ്? 1 ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി. 1 ഇലക്ട്രോൺ അല്ലെ. ഓർത്ത് നോക്കാം, ഈ 1 ഇലക്ട്രോൺ അത് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? Na പ്ലസ് 1 ഇലക്ട്രോൺ. ഇപ്പൊ ഇത്ര 2,8 ഓർത്ത് നോക്കാം. ഇതാണ് കാറ്റയോൺ അല്ലെ. ഓർത്ത് നോക്കാം. ദെൻ Cl എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2,8,7 കേട്ടോ. ക്ലോറിന് എത്രയാ? 17 കേട്ടോ. 17. അപ്പൊ 1 2 3 4 5 6 7 ഓർത്ത് നോക്കാം. ദെൻ ഇത് 1 ഇലക്ട്രോൺ, ഇത് കണ്ടോ, ഇവിടെ നിന്ന് കിട്ടുന്ന 1 ഇലക്ട്രോൺ റിസീവ് ചെയ്യും. 1 ഇലക്ട്രോൺ റിസീവ് ചെയ്യും. അപ്പൊ എന്തായി മാറും? ഇത് Cl മൈനസ് കേട്ടോ. ഓർത്ത് നോക്കാം. 2,8,8 ഓർത്ത് നോക്കാം. അപ്പോ ഇവിടുത്തെ ഇനി ഡെഫിനിഷൻ വായിച്ചേ. ബിറ്റ്വീൻ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കണ്ടോ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇവർ തമ്മിൽ അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ഓർ അയണിക് ബോണ്ട് കണ്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇത് ഇതുപോലെ എഴുതി വെക്കണം കേട്ടോ. NaCl എക്സാമ്പിൾ ആണ്. ഇത് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? N എന്ത് ചെയ്യും? അതിന്റെ 1 ഇലക്ട്രോൺ അല്ലെ, അത് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആർക്ക്? ക്ലോറിൻ കണ്ടോ. ഓർത്ത് നോക്കാം. അതെ, ഇങ്ങനെയാണ് നിങ്ങൾ 10th പഠിച്ചേക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഗീവ്സ് എഴുതുമ്പോ Na മുകളിൽ ഒരു പ്ലസ്, ഇതിങ്ങനെ ഒരു ബോക്സ് ഇട്ടിട്ട് Cl അല്ലെ. 1 2 3 4 5 6 7 8 കണ്ടോ. ഓർത്ത് നോക്കാം. അതെ, ഇത് ഒരു മൈനസ് കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ പ്ലസും മൈനസും കണ്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ NaClന്റെ ഒക്കെ ഫോർമേഷൻ എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് കണ്ടോ, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അയണിക് ബോണ്ട് ആണ്. അപ്പൊ എക്സാമ്പിളുകൾ സോൾട്ടുകളാണ്. സോൾട്ടുകളുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം.
ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കുറവാണ്, മനസ്സിലാവണം അല്ലെ. ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏതിന്റെ കണ്ടിന്യൂഷൻ ആണ്? 10th 3rd ചാപ്റ്റർ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ, അവിടെ നിന്നാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ. അവിടെ ഓർത്ത് നോക്കാം. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയണിക് ബോണ്ട് അല്ലെ. അവിടെ എന്തൊക്കെ വരും? കാറ്റയോൺ ആൻഡ് ആനിയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഏതാ ഇതില്? പ്ലസ്. ആനിയോൺ എന്തായിരുന്നു? മൈനസ് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ അവര് അട്രാക്ഷൻ അല്ലെ. അയണിക് ബോണ്ട് വേറെ പേരെന്താ? ഇലക്ട്രോ വാലന്റ് ബോണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. ഇനി ഇവര് എല്ലാം എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വെറുതെ ഇരുന്നാ പോരെ? സ്റ്റേബിൾ ആവാൻ അല്ലെ. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഔട്ടർ മോസ്റ്റിൽ 8 ആവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, സോഡിയം ഔട്ടർ മോസ്റ്റിൽ ഇത് കണ്ടോ 2,8 ആവും, സ്റ്റേബിൾ ആവും. അപ്പൊ ആ റൂളാണ് ഇനി എഴുതാൻ പോകുന്ന ഒക്ടറ്റ് റൂൾ. അത് കഴിഞ്ഞിട്ട് കോവാലന്റ് ബോണ്ട് എഴുതാം കേട്ടോ. അപ്പൊ അടുത്ത സബ് ഹെഡിങ് എഴുതി വെക്കുക, ഒക്ടറ്റ് റൂൾ. അടുത്ത സബ് ഹെഡിങ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ, OCTET, ഒക്ടറ്റ് റൂൾ. അണ്ടർലൈൻ ചെയ്യുക. ഡെഫിനിഷൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. Atom can, definition ആണ് കേട്ടോ. Atom can combine, atoms can combine either by transfer of valence electron, outermost electron, valence electron, from one atom to another, one atom to another, or അല്ലെങ്കിൽ എന്ത് പറ്റും? ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? by sharing of valence electron, or by sharing of valence electron, or by sharing of valence electron in order to have an octet, in their valence shell, full stop. This is known as octet rule. ക്ലിയർ അല്ലേ? അപ്പൊ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. അപ്പൊ രണ്ട് വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഒന്ന് ഷെയറിങ്, രണ്ടാമത്തെ അതിനു മുമ്പത്തുള്ള വേർഡ് ട്രാൻസ്ഫർ കേട്ടോ. ഓർത്ത് നോക്കാം അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, എന്നിട്ട് അത് 8 ആവാനായിട്ട് ട്രൈ ചെയ്യും. അതാണ് ഒക്ടറ്റ് റൂളിൽ വരുന്നത് അല്ലെ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെ, 2 pairs എന്ന് പറയേണ്ടി വരും അല്ലെ. 2 pairs ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ വരും. അപ്പൊ അതാണ് നമ്മൾ ഓരോന്നായിട്ട് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. when two atom ഫസ്റ്റ് പോയിന്റ് കേട്ടോ. when two atom share one electron pair, they are said to be a single covalent bond.
they are said to be single covalent bond. അപ്പോൾ സിംഗിൾ കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരെണ്ണം എഴുതാം. സിംഗിൾ കോവാലന്റ് ബോണ്ട് ഏതൊക്കെയുണ്ട്? H2Cl2 അല്ലെ, അതൊക്കെ സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ്. രണ്ട് എക്സാമ്പിൾ എഴുതിയേക്കാം. എക്സാമ്പിൾ H2, ഹൈഡ്രജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 അല്ലെ. ദെൻ ഇവിടുത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് K ഷെല്ലാണ്. K ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺ എത്രയാ ഓക്യുപ്പൈ ചെയ്യാ? 2. അപ്പൊ അതെ ഇങ്ങനെ ഫോം ചെയ്യും കേട്ടോ. ഓർത്തുക, ഇതുപോലെ വരക്കണം കേട്ടോ. ഇതാണ് H2. അത് തന്നെ Cl2 കേട്ടോ. Cl ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ആണ് അല്ലെ. 1 മോർ ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? 8 ആവും. അപ്പോ ഇവിടെ 1 2 3 4 5 6 7 ആണ്. ഓർത്ത് നോക്കാം, ഇത് ഫസ്റ്റ് ക്ലോറിൻ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അടുത്ത ക്ലോറിന് നമുക്ക് ബ്ലൂ ആയിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഈ ബ്ലൂ ലൈനിൽ നോക്കിയേ, ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? ബ്ലൂ ലൈൻ കണ്ടോ, ബ്ലൂന്റെ അകത്ത് 8 ആയില്ലേ? ഇനി ഇത് ഈ ബ്ലാക്കില് നിൽക്കുകയാണ് കണ്ടോ, അതിനകത്തും 8 ആയില്ലേ? കണ്ടോ, ഷെയർ ചെയ്ത് കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒക്ടറ്റ് ആയി കേട്ടോ, Cl2. അപ്പൊ സിംഗിൾ അല്ലെ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ? 2 ഇലക്ട്രോൺസ് ഒരു പെയർ ആണ് അല്ലെ, 1 പെയർ. അടുത്ത ലൈനില് നെക്സ്റ്റ് എഴുതി നോക്കാം കേട്ടോ. അപ്പോ സിംഗിൾ ബോണ്ട് കഴിഞ്ഞു, ഇനി ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് എഴുതി വെക്കാം അടുത്ത ലൈനില്. അപ്പൊ ഇത് എഴുതണോട്ടോ, ഇത് വരക്കണം. വരച്ചു കഴിഞ്ഞില്ലേ എല്ലാവരും? ഓക്കെ, ഓൺലൈനിലൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. അമൽ, അർജുൻ, ദേവനന്ദ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഴുതി വെക്കാം. If two atoms share 2 pair of electron, 1 pair എന്ന് പറയാൻ എന്തായിരിക്കും? 2 pair of electron. If 2 atoms share 2 pair of electrons, the covalent bond between them. If 2 atoms share 2 pair of electrons, the covalent bond between them is called a double bond. Is called a double bond. Is called a double bond. ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് O2 അല്ലെ. O2 ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. O2 വരക്കാം. O2 CO2 വരുന്നത് ഡബിൾ ബോണ്ടുകളാണ്. ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 6 ആണ് അല്ലെ. ഇപ്പൊ 2 ഇലക്ട്രോൺസും കൂടി ഷെയർ ചെയ്താൽ മാത്രമേ 8 ആവുള്ളൂ. അപ്പോ അനദർ ഓക്സിജൻ. വരച്ചു നോക്ക് കേട്ടോ. ചോദിച്ചോ, ഡൗട്ട് ഉണ്ടോ? ടു 5 ട്രിപ്പിൾ ബോണ്ട്. നൈട്രജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര വരും? 5 വരും. ഒക്ടറ്റ് ആവാൻ എത്ര വേണം? 3. N ട്രിപ്പിൾ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ഇതിന് മീനിങ് O ഡബിൾ ബോണ്ട് കേട്ടോ. വേഗം വരക്കും. ഇപ്പൊ ഡബിൾ ബോണ്ട് വന്നാല് എത്ര ഇലക്ട്രോൺസ് ആണ് അല്ലെ? 2 pairs of electrons ആണ്. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ ടോട്ടൽ 6 ഇലക്ട്രോൺ, 3 pairs വരും. ട്രിപ്പിൾ ബോണ്ട് ഡെഫിനിഷൻ എഴുതണോ? വേണ്ടല്ല, ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റേഷൻ അല്ലേ.
അടുത്ത് ട്രിപ്പിൾ ബോണ്ട് എന്ന ഹെഡിങ് എഴുതാം. എന്നിട്ട് N2 എക്സാമ്പിൾ ഇപ്പൊ ഡൗട്ട് പറഞ്ഞുകൊണ്ട് എഴുതിക്കോ. ട്രിപ്പിൾ ബോണ്ട് N2, ട്രിപ്പിൾ ബോണ്ട് എന്ന് ഹെഡിങ് കൊടുക്കും കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് എന്നിട്ട് എക്സാമ്പിൾ N2. എത്ര പേയേഴ്സ് വരുന്നുണ്ട്? 3 പേയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയറിംഗ് 3 പേയേഴ്സ് ഓഫ് ഇലക്ട്രോൺ. അപ്പോ നൈട്രജൻ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ആണ് വരുന്നത്. 1 2 3 4 5 ഉണ്ടോ? നൈട്രജൻ 1 2 3 4 5 ഔട്ടർ മോസ്റ്റിൽ 5. അപ്പോ എന്താണ് ടോട്ടൽ 8 ആവാനായിട്ട് ഇത് കണ്ടോ? ഈ കോളം നോക്കിയേ ഉണ്ടോ? ഇപ്പൊ ടോട്ടൽ 8 ആയില്ലേ? 8 ആയി അല്ലേ? ഓക്കെ. അടുത്ത് എന്ത് ചെയ്യും? നെക്സ്റ്റ് N triple bond N. ഇനി നിങ്ങൾക്കറിയാം ഇതെല്ലാം നിങ്ങൾ പഠിച്ചേക്കുന്ന 10th ആണ് അല്ലെ? അപ്പൊ എന്തായാലും ഈ ഇതുപോലുള്ള ചെറുത് ഇഷ്ടമല്ല എന്ന് അറിയാം. അതുകൊണ്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളതാണ് CO3 2- എഴുതി വെക്കുക. അടുത്ത CO3 2- കേട്ടിട്ടില്ലേ? കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് CaCO3. അതിൽ CA മാറിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? CO3 2- അവിടെ ഓർത്ത് നോക്കാം. അപ്പോ CO3 2- CO അങ്ങനെയൊക്കെ ഉള്ളതിന്റെ കോമ്പൗണ്ട് ഒക്കെ ഒന്ന് വരച്ചു നോക്കാം. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ടിലല്ല, അനദർ കേട്ടോ, ലൂയിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് CO3 2- കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ എഴുതാം കേട്ടോ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് CO3 2-. കാർബൺ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് പറയും? കാണാതെ പഠിക്കരുത് കേട്ടോ, അതിന് വേണ്ടിട്ടാ. കാർബൺ എത്രയുണ്ട്? 4. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 4 1 2 3 4 ഇങ്ങനെയുണ്ട്. ഇനി ഓക്സിജൻ എത്ര ഉണ്ട്? 6. അല്ല, ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? അതൊന്നുമല്ല, എത്ര ഓക്സിജൻ ഉണ്ടെന്ന് 3 കേട്ടോ ഓർത്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഓക്സിജൻ വരച്ചു, ഇവിടെ ഒരു ഓക്സിജൻ വരച്ചു, ഇവിടെ ഒരു ഓക്സിജൻ വരച്ചു, ഇവിടെ താഴെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷെയറിംഗ് എങ്കിലും വേണം. ഓക്സിജന് എത്ര ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ? 2. ഇപ്പൊ ഇയാളാണ് ഓക്സിജൻ എന്ന് കരുതാം. ഇയാൾ പറയും എനിക്ക് 2 ഇലക്ട്രോൺ കിട്ടിയാൽ മാത്രമേ സ്റ്റേബിൾ ആവുള്ളൂ. മനസ്സിലായി? 2 ഇലക്ട്രോൺ മാത്രം കിട്ടിയാലേ എനിക്ക് എന്താ പറ്റുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. വേറെ ഫ്ലൈറ്റ് കയറാൻ പോകണമെന്ന് കരുതാം. ഇയാളെ ഫ്ലൈറ്റിന്റെ ആ പുറത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? അയാള് സ്റ്റേബിൾ ആണോ? ഫ്ലൈറ്റിലാണ് ഇപ്പോ, പക്ഷെ ആണോ? അല്ല. സ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ അകത്ത് കയറണം. അതുപോലെ ഓക്സിജൻ ഒരിക്കലും സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്നില്ല. അതെപ്പോഴും എന്താണ്? ഡബിൾ ബോണ്ട്. എങ്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇപ്പൊ H2-ലൊക്കെ ചില ആൾക്കാർ ചോദിക്കും, H2 അത് കണ്ടോ? H എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട് ഉണ്ട്. ഒരേ സമയം 2 ബോണ്ട് അയാൾക്ക് വേണം, അല്ലാതെ അത് സ്റ്റേബിൾ ആവില്ല. അപ്പൊ ഇവിടെ വരുന്ന ഒരു കാര്യം എന്തായാലും നമുക്കറിയാം, ഇവിടെ എന്തായാലും ഒരു ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? എന്തായാലും സിംഗിൾ ബോണ്ട് ഉണ്ടാവുന്ന നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? ഈ ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേബിൾ ആവുമല്ലോ. ഇയാൾ സ്റ്റേബിൾ ആവില്ലേ? ഓർത്ത് നോക്കാം. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇയാൾ സ്റ്റേബിൾ ആണ്, 8 ആയി. ഇനി ഇതും സ്റ്റേബിൾ അല്ല, ഇതും സ്റ്റേബിൾ അല്ല. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2- എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അല്ല, 2- എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? CO3 2- എന്നാണ് പറയുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. അതില് ഈ 2 ഇലക്ട്രോൺ ആര് കൊടുക്കും? ആർക്കൊക്കെ കൊടുക്കും? ഈ ഓക്സിജൻ സ്റ്റേബിൾ ആണ്, ഈ കാർബൺ സ്റ്റേബിൾ ആണ്. കാർബണിന്റെ ഇപ്പൊ നോക്കിയേ 1 2 3 4 5 6 7 8 കാർബൺ സ്റ്റേബിൾ ആണ്, ഓക്സിജൻ സ്റ്റേബിൾ ആണ്. പിന്നെന്ത് ചെയ്യും? ഇയാൾക്കും കൊടുക്കും, ഇയാൾക്കും കൊടുക്കും. എക്സ്ട്രാ ഇലക്ട്രോൺ അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അത് 8 ആവും. ഇനി നോക്കിയേ, ഓക്സിജന് എത്രയാ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? 6 അല്ലേ? ഇവിടെ നോക്കി കേട്ടോ. 1 2 3 4 5 6 ശരിയല്ലേ? ശരിയാണോ? അല്ലേ? ഇവിടെ 1 2 3 4 5 6 ഓക്കെ ആണോ? ഇവിടെ നിന്ന് ഒരെണ്ണം കൂടി ഇങ്ങനെ അല്ലേ വരയ്ക്കാം നമ്മൾ റൗണ്ട്. അപ്പൊ എത്രയാവും? 7 ആവും. 8 എന്ന് പറയുന്നത് ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കും. ആ എക്സ്ട്രാ കൊടുക്കുന്ന ബ്ലൂവിൽ ഞാൻ വരച്ചേക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല.
ഈ എക്സ്ട്രാ എവിടെ നിന്ന് വന്നതാണ് ഈ 2 മൈനസ്. ഇപ്പൊ 8 ആയോ? ഇത് 8 ആയോ? സ്റ്റേബിൾ ആയി. ഇനി ഇവിടെയും അതുപോലെ നോക്കാം നമുക്ക്. 1 2 3 4 5 ഇവിടെ 5 ഉണ്ട് അല്ലെ? 6 ഒരെണ്ണം വന്നു. എക്സ്ട്രാ ഒരെണ്ണം എവിടെ നിന്ന് വരും? ഇവിടെ നിന്ന് വരും. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ സ്റ്റേബിൾ ആവും. ഓർത്ത് നോക്കാം. ഇനി ഇതിന് റെസണൻസ് ഉണ്ട്. റെസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കഴിയുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആ ഡബിൾ ബോണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് റെസണൻസ്. റെസണൻസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? ഇല്ല, മന്നുണ്ട് കേട്ടോ. ഈ ടോപ്പിക്കിലുള്ളതാണ്, ഈ ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് നോൺ ആസ് ദി റെസണൻസ്. എന്താന്നൊക്കെ പറയാം കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരക്കുക. ഇതൊന്ന് റൗണ്ട് ആക്കി വരക്കുമ്പോൾ എങ്ങനെ വരക്കും നോക്കിയേ. കാർബണിന്റെ ഇലക്ട്രോൺ ഞാൻ ദേ ഈ കളറിൽ കൊടുക്കാം എല്ലാം അല്ലെ. 1 2 ഇവിടെ നോക്കി ആ ബോണ്ടിന് പകരം ഇലക്ട്രോൺസ് കൊടുക്കുക കണ്ടോ. കാർബണിന്റെ ഇലക്ട്രോൺ ആയി. ഇനി ഓക്സിജന് നമുക്ക് ഈ കളറിൽ കൊടുക്കാം. ഇതാണ് ഓക്സിജൻ. ഓക്സിജന്റെ 1 ഇലക്ട്രോൺ ഇവിടെ നിന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 1 2 3 4 5 6 അല്ലെ. 6 ആയല്ലോ ഓക്സിജന്റെ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇവിടെയും ഓക്സിജൻ, സെയിം ഓക്സിജൻ പിന്നെ വരക്കണ സമയത്ത് 1 2 3 4 5 6. ഇവിടെയും ഓക്സിജൻ 1 2 3 4 5 6. നോക്കിയേ, എല്ലാ ഓക്സിജനും ഞാൻ കറക്റ്റ് 6 തന്നെയല്ലേ വരച്ച? കൂടുതലും വരച്ചിട്ടുണ്ടോ? ഇല്ല. ശരിയല്ലേ? ഇതൊക്കെ കറക്റ്റ് അല്ലേ? ഇനി 2 മൈനസ് എന്ന് പറഞ്ഞാൽ എത്ര എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കണം? 2 ഇലക്ട്രോൺ കൊടുക്കണ്ടേ? അതൊക്കെ ആർക്കാ കൊടുക്കണം? ഒരെണ്ണം ചെയ്ത് അത് റെഡില് ബ്ലാക്കിൽ കൊടുത്തേക്കാം. അതൊരു ഇൻഡു ഇട്ട് കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 മൈനസ് എന്ന് പറയുന്ന എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കുന്നത് ഇവിടെ ഒരു ഇൻഡു കൊടുത്തേക്കാം. കണ്ടോ, ഇൻഡു എക്സ്ട്രാ ഇലക്ട്രോൺ ആണ്. ഇയാൾക്കും അതുപോലെ ഒരു ഇൻഡു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടോ? ഓർത്ത് നോക്കാം. എക്സ്ട്രാ ഇലക്ട്രോൺ ആണ്, ഡോട്ട് ആണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡു കൊടുത്തേക്കുന്നത് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇലക്ട്രോൺ ആണ്. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ ഓക്സിജൻ എങ്ങനെയിരിക്കും. ബ്ലൂവിൽ വരക്കാം. 8 ആയോ ഈ ഓക്സിജൻ? നോക്കിയേ, 1 2 3 4 5 6 7 8. ഈ ഡോട്ട് എവിടെ നിന്ന് വന്നതാ? 2 മൈനസ്. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിയേ, ഈ ഓക്സിജൻ ആയി, അത് ഓൾറെഡി ഡബിൾ ബോണ്ട് ആണല്ലോ അല്ലെ? ഓക്കെ. ദെൻ ഈ ടോപ്പിൽ ഓക്സിജൻ ആയി അല്ലേ? പുറത്ത് നോക്കാം. ഇനി കാർബൺ അല്ലെ? കാർബൺ വേണ്ടേ? കാർബൺ നോക്കിയേ, കാർബൺ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന സിംഗിൾ ബോണ്ട് അല്ലേ? ഇത് ഇവിടെയൊക്കെ ഉണ്ടോ? കാർബൺ 8 ആയ നോക്കിയേ, ആയില്ലേ? ഇപ്പുറത്തേക്ക് വേണം അല്ലേ? ഷെയറിംഗ് ഉണ്ടോ? ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ? 8 കേട്ടോ. വേഗം വരച്ചു. CO3 2 minus electron dot structure. Electron dot structure of CO3 2 minus. CO3 2 minus. നമ്മൾ O2 ഒക്കെ കുഞ്ഞു ക്ലാസ്സിലല്ലേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അവർ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലാതെ O2 എന്നോ Cl2 എന്നോ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഓർത്ത് നോക്കാം. CO3 2 minus. അതുപോലെ CO ഉണ്ട്, നമുക്ക് NF3 ഉണ്ട്.
അങ്ങനത്തെ കേട്ടോ നോക്കാം. ഇത് വരക്കെ കേട്ടോ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് തന്നെ തരാം. കഴിഞ്ഞു നോക്കാം. അടുത്ത ക്വസ്റ്റൻ എഴുതി വെച്ചോ. Write the Lewis dot structure of CO molecule. 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 CO മോളിക്യൂൾ. CO മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റെപ്പ് 1 അവിടെ എഴുതി വെക്കുക. സ്റ്റെപ്പ് 1 ആൻസർ ആണ് കേട്ടോ. ആൻസറിൽ സ്റ്റെപ്പ് 1 കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. Count the total number of valence electron of carbon and oxygen. Carbon and oxygen. അപ്പോ ആദ്യം ഇതില് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ആൾക്കാരുകളാണ് ഇനി നമ്മൾ കുറച്ച് നോക്കാൻ പോകുന്നത്. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? കാർബൺ എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പൊ എങ്ങനെ വരും? 1s2 2s2 അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരും? അല്ലെങ്കിൽ 2,4. ഇനി ഓക്സിജൻ എത്രയാ? 2,6. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4 + 6 എത്ര വരും? 10. കേട്ടോ, ഓർത്തോ എത്ര എടുത്ത് 10. നമുക്കറിയാം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒക്ടറ്റ് റൂൾ അനുസരിച്ചാണ് നമ്മൾ ഇത് വരക്കുന്നത് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ അതനുസരിച്ചുള്ള ചേഞ്ച് വരുന്ന ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ താഴെ ഒന്ന് എഴുതി വെക്കുക. ഡ്രോ എ സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റെപ്പ് 2. Draw a single bond between C and O draw a single bond between C and O. Complete the octet on oxygen. Complete the octet of oxygen. Comma, the remaining two electrons are the lone pair on C. Are the lone pair on C. LONE, lone pair of C. Full stop. This does not complete the octet. This does not complete the octet. On carbon,
on carbon, and hence we have to resort to multiple bonding. We have to resort to multiple bonding between C and oxygen atom. Multiple bonding between C and oxygen atom, O atom. C and O atom കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ബോണ്ട് പറ്റില്ല അല്ലെ. സിംഗിൾ ബോണ്ട് വന്ന ആരും ഒക്ടറ്റ് ആവില്ല. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ഒക്ടറ്റ് ആവും. അപ്പൊ സിംഗിൾ ബോണ്ട് പറ്റൂല. അതിന് പകരം ഇവർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ. നമുക്കറിയാം കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്, കാർബൺ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഔട്ടർ മോസ്റ്റിൽ 4 ആണ്. കാർബൺ, ഓക്സിജൻ. ടോട്ടൽ എത്രയുണ്ടോ അത് വെച്ച് രണ്ടിനേയും ഈക്വൽ ആയിട്ട് ഇടും. അതാണ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ എത്രയുണ്ട്? 10 ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. അത് വെച്ചിട്ട് അവർ ഈക്വൽ ആക്കി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് 1 2 3. കാർബൺ ടോട്ടൽ എത്രയുണ്ട്? 10 ഉണ്ട്. രണ്ടും ഈക്വൽ ആക്കി കൊടുക്കും. ഇവിടെ എത്ര വരും? 1 2 3 4 5. എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കും കേട്ടോ. ഇതാണ്. ഇപ്പൊ നോക്കിയേ 8. ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? ഉണ്ടോ ഓർത്ത് നോക്കാം. 8. ഇതിൽ ടോട്ടൽ എത്രയുണ്ട്? 8. ഉണ്ടോ ഓർത്ത് നോക്കാം. ഇതിന് ഇൻഡിവിജ്വൽ എത്രയുണ്ട്? ഇൻഡിവിജ്വൽ ഈ കാർബൺ 5 1 2 3 4 5 ഉണ്ടോ. 5 + 5 10 ഉണ്ടോ. ഓർത്ത് നോക്കാം. അതാണ് എഴുതി 5. ശരിക്കും അങ്ങനെയാണോ? അല്ലല്ലോ. കാർബണ് 5 ഇലക്ട്രോൺ വരുമോ? കേട്ടോ. അത് കാരണം ഇങ്ങനെ കേട്ടോ. ഇനി കുറച്ച് കളയുമ്പോൾ ഒക്ടൽ റൂളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ വേറെ ഒരു റൂളൊക്കെ പഠിപ്പിക്കും. റെസൊണൻസ് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും അതാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ എഴുതുമ്പോ ഇതാണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും കേട്ടോ. വേണ്ട വിഷമല്ലോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്തും. വേഗം പോയിട്ടു. എടുത്തു വരക്കട്ടോ. ഇത്തരം വരെ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് അല്ലെ. കെമിക്കൽ ബോണ്ടിങ്. സെക്കൻഡ് എന്തായിരുന്നു? അല്ലെ. പുറത്തു പോക. അതിന്റെ സിമ്പിൾസ് ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് അല്ലെ ലൂയിസ് സിമ്പിൾ. അത് കഴിഞ്ഞ ഒക്ടറ്റ് റൂള്. കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തത് ഒരു ഫോർമൽ ചാർജ് ആണ് കേട്ടോ. പുറത്തു പോകാം. നെക്സ്റ്റ് ഹെഡിങ് ഒന്ന് എഴുതി വെച്ചു. ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജ്. നെക്സ്റ്റ് ഹെഡിങ് ഫോർമൽ ചാർജ് കേട്ടോ. അവരെത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേഗം വിളിച്ചിട്ടോ. എന്നിട്ട് ഇതൊരു ബോക്സിലാക്കി എഴുതിയോ കേട്ടോ. FC =
ഹെഡിങ് ഫോർമൽ ചാർജ് കേട്ടോ, ഫോർമൽ ചാർജ് അണ്ടർലൈൻ ചെയ്യാം, ഫോർമൽ ചാർജ്. എന്നിട്ട് എഫ് സി ഈക്വൽ ടു വിഇ വാലൻസ് ഇലക്ട്രോൺ എന്നാണ്, മൈനസ് എൽ പി ലോൺ പെയർ മൈനസ് ഹാഫ് ഓഫ് ബോൺ പെയർ ബി പി. ഇതൊരു ബോക്സിലാക്കി എടുത്തു കേട്ടോ ഈ ഒരു ഇക്വേഷൻ. ഫോർമൽ ചാർജ് ഹെഡിങ് കേട്ടോ, ഹെഡിങ് ഫോർമൽ ചാർജ്. എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കി വെക്കാം, ഹെഡിങ് ഫോർമൽ ചാർജ്. എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കി വെക്കുക. വി വാലൻസ് ഇലക്ട്രോൺ, എൽ പി ലോൺ പെയർ, ബി പി ബോണ്ട് പെയർ. എൽ പി ലോൺ പെയർ, ലോൺ പെയർ, ബി പി ബോണ്ട് പെയർ, ബി പി ബോണ്ട് പെയർ, ബോണ്ട് പെയർ. ഓരോന്നും എടുത്ത് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വാലൻസ് ഇലക്ട്രോൺ മൈനസ് ലോൺ പെയർ മൈനസ് എന്താണ് ഹാഫ് ഓഫ് ബോണ്ട് പെയർ. ടെക്സ്റ്റ് ബുക്കില് ബാക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? കുറച്ച് നോക്കി അല്ലേ? ഓർത്ത് നോക്കാം. ആ നമ്മൾ നോക്കിയ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് അല്ലേ? ബാക്കിയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഇക്വേഷൻസ് പ്രോബ്ലം ഒന്നുമില്ല. ഏത് തേർഡ് ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ ഫോർമുല ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ, ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മള് 3.16 അവിടെ വരെ കണ്ടല്ലോ അടുത്ത അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സില് 3.13 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 3.13 16 വരെ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. അത് കഴിഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചോ. 3.19 ഒന്ന് നോട്ട് ചെയ്തേ. 3.19 ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ്. 3.19 3.20 3.20 3.21 3.21 then 3.25 3.25 then ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് 3.27 കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ആവും. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കൊണ്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് 3.16 എടുത്തു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ കേട്ടോ ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ 3.16 എത്തിയേക്കുമ്പോൾ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ആക്ച്വലി കേട്ടോ ഓർത്ത് നോക്കുന്നത്. ഇതും കൂടി നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഉണ്ടോ ഈ എക്സാമിനുണ്ടോ ഇനി ഇപ്പൊ കേട്ടോ? ഞാൻ ഇതിന്റെയൊക്കെ PDF അയച്ചിട്ടിരുന്നോ കേട്ടോ, അതും കൂടി അയച്ചിട്ടേക്കാം. ലിങ്കും അയച്ചിടാം കേട്ടോ. ഇത് ക്ലാസ് കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളുടെയും കൂടി ആയിട്ടുള്ള ലിങ്ക് അയച്ചിട്ടേക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലാസ്സുകൾ നോക്കണം കേട്ടോ. ആബ്സെന്റ് ആയ ക്ലാസ്സുകളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇടയ്ക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഓടിച്ച് നോക്കുക. അതിൽ എന്തൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ, നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. രണ്ടാമത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ PDF അയച്ചിട്ടേക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അപ്പൊ അതിലേക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. നോക്കാം. നമ്മൾ ചാപ്റ്റർ ഒന്നുകൂടി ഫ്രണ്ട് ആയി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വരും, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഫോർമൽ ചാർജ് കേട്ടോ. ഫോർമൽ ചാർജ് ആണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫോർമൽ ചാർജ് ഫോർമൽ ചാർജ് ഇക്വേഷൻ എന്താ? ഫോർമൽ ചാർജ് F C equal to വാലൻസ് ഇലക്ട്രോൺ മൈനസ് ലോൺ പെയർ മൈനസ് ഹാഫ് ഓഫ് ബോണ്ട് പെയർ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്
അവര് ഒരു സ്ട്രക്ചർ തരും, എന്നിട്ട് ഫോർമൽ ചാർജ് ഓഫ് ആ പെർട്ടിക്കുലർ എലമെന്റ് അതിനെ മെൻഷൻ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് O3 ആണ്. O3 എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്. O3 എന്താ? ഓസോൺ. അപ്പൊ ഓസോണിന്റെ സ്ട്രക്ചർ അവർ തന്നിട്ട് അതിന്റെ ഫോർമൽ ചാർജ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതാണ് ഓസോൺ. ഓസോൺ തന്നേക്കാണ്. എന്നിട്ട് ഓസോണിന്റെ ഇലക്ട്രോൺസുകൾക്ക് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തേക്ക്. ഞാനിപ്പോ ഇത് ഫസ്റ്റ് കൊടുത്തു, ഇത് വേണമെങ്കിൽ ഫസ്റ്റ് കൊടുക്കാം കേട്ടോ, ഇത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, വെറുതെ കൊടുത്തേക്കുന്ന 1 2 3. എന്നിട്ട് നമ്മൾ അവര് ചോദിക്കുന്നത്, അവര് ഇതിന്റെ ഡോട്ടൊക്കെ തരുന്നുണ്ട്. നമുക്കറിയാലോ ഓക്സിജന്റെ ഇലക്ട്രോൺസുകൾ എത്രയുണ്ടാവും ഔട്ടർ മോസ്റ്റില്? 6. ഇതെവിടെ നോക്കാം കേട്ടോ, 1 2 3 4 5 6. അങ്ങനെ ഇവര് ഇലക്ട്രോൺസ് അവർ തരും നോർമലി. ദെൻ ഇവിടെ എഴുതുന്ന സമയത്ത് അവർ ഇത് ഇങ്ങനെയാ തന്നേക്കുന്നത്. ഇവിടെ അവര് 1 2 3 4 5 6 കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെയാണ് അവർ തന്നേക്കുന്ന സ്ട്രക്ചർ. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോ നിങ്ങളൊന്ന് ഇത് വരക്കാം, വേഗം വരക്കാം കേട്ടോ. ഇതുപോലെ ഡോട്ടൊക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് വരക്കാം. 1 2 3 നമ്പറൊക്കെ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് 1 കൊടുത്തേക്കുന്നത്, ഞാൻ ഇങ്ങനെ കൊടുത്തു. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഡോട്ടൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഡോട്ട് കറക്റ്റ് ആയിട്ട് വരച്ചേക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഉണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചോദിക്കാൻ പോകുന്ന ഒരെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് കഴിഞ്ഞാൽ അർജുൻ, അമൽ, ദേവനന്ദ നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ചോദിക്കുമ്പോ എന്തായാലും വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ പറയണം കേട്ടോ. ഇപ്പൊ ഇടക്ക് വീഡിയോ ഓഫായി നിൽക്കുന്നുണ്ട്, വീഡിയോ ഓൺ ആക്കട്ടോ. അർജുൻ അത് കുഴപ്പമില്ല, ദേവനന്ദ ഞാൻ മനസ്സിലായി, ഇടക്കിടക്ക് പോകണ്ട കേട്ടോ. ഓ എന്താ അർജുന്റെ കുഴപ്പമൊന്നുമില്ല, അർജുനെ ഓൺ ആക്കുക കേട്ടോ. ഇവിടെ നോക്കാം. ഇനി എഴുതി വെക്കുക ഫോർമൽ ചാർജ് ഓഫ് ഫസ്റ്റ് ഓക്സിജൻ. ഫോർമൽ ചാർജ് ഓഫ് ഫസ്റ്റ് ഓക്സിജൻ എന്താ ഇത് താഴെ? ഫോർമൽ ചാർജ് ഓഫ് ഫസ്റ്റ് ഓക്സിജൻ. ഫസ്റ്റ് ഓക്സിജൻ ഇവിടെ നോക്കാം. FC ഫോർമൽ ചാർജ് ഈക്വൽ ടു വാലൻസ് ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 6. ഡൗട്ടില്ലല്ലോ, എന്തായാലും അത് ഫിക്സ്ഡ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും? 6. അപ്പോ 6 മൈനസ് ലോൺ പെയർ. ലോൺ പെയറിന്റെ മീനിങ് എന്താണ്? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വെറുതെ നിൽക്കുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇതിനകത്ത്? 4. ഇത് ഇവിടെ നോക്കിയതുണ്ടോ, ഇതൊരു ബോണ്ടിങ്ങിൽ ഇല്ല അല്ലെ? 1 2 3 4. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെ? ഓർത്തു നോക്കാം, ലോൺ പെയർ കേട്ടോ, ഓർത്തു നോക്കാം. അപ്പോ മനസ്സിലായില്ലെങ്കിൽ അത് ലോൺ പെയർ എന്താന്നൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇലക്ട്രോൺ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എ ബോണ്ടിങ്. അങ്ങനെ ഒന്നും മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചേക്കണം, അല്ലെങ്കിൽ പിന്നീട് ഡൗട്ട് വരും. ഇപ്പൊ ഇവിടെ എത്രയുണ്ടത്? 4. അപ്പൊ 6 മൈനസ് 4 മൈനസ് ഹാഫ് ഓഫ് ബോണ്ട് പെയർ. ബോണ്ട് പെയർ എന്ന് പറയുമ്പോ ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? എത്ര ബോണ്ട് ഉണ്ട്? 2. 2 ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പെയർ എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്? 2 ബോണ്ട്. ഒരു ബോണ്ട് എത്ര പെയറാ? 2 ഇലക്ട്രോൺ. ഡബിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 4. അപ്പൊ എന്ത് വരും? 4. അപ്പൊ ഹാഫ് ഓഫ് ബോണ്ട് പെയർ എത്രയുണ്ട്? 4 ഉണ്ടോ? 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? ഒരെണ്ണമുള്ള 2 ബോണ്ട്. ഒരു ബോണ്ടിന് എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണ്ടേ? ഇപ്പൊ 2 ബോണ്ടിന് 4 ഇലക്ട്രോൺ കേട്ടോ, ഓർത്ത് നോക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 6 ഇലക്ട്രോൺ കേട്ടോ, ഓർത്ത് നോക്കുക. അതേ കൺസെപ്റ്റ് ആണ്. അപ്പൊ ബോണ്ട് പെയേഴ്സ് ആണ്, പെയേഴ്സ് ഇലക്ട്രോൺ ആണ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ 4. അപ്പൊ ആൻസർ എത്രയായിരിക്കും? 6 മൈനസ് 4 0. ഡൗട്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, 0 കേട്ടോ. അപ്പൊ ഫോർമൽ ചാർജ് ഫസ്റ്റ് ഓക്സിജൻ 0 ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഇനി സെക്കൻഡ് ഓക്സിജൻ. സെക്കൻഡ് ഓക്സിജൻ ഓൺലൈനില് അമൽ മോനെ വീഡിയോ ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. അമൽ FC ഈക്വൽ ടു ഞാൻ എങ്ങനെ എഴുതണം പറഞ്ഞു?
Fc equal to വാലൻസ് ഇലക്ട്രോൺ എത്രയായിരിക്കും? അത് ഫിക്സ്ഡ് ആണ്. എത്രയായിരിക്കും? 6 കേട്ടോ. വാലൻസ് ഇലക്ട്രോൺ ഓക്സിജൻ ആണ്, അതിനെല്ലാത്തിനും 6 ആയിരിക്കും. അപ്പൊ 6 മൈനസ് ലോൺ പെയർ എന്തായിരിക്കും? അമൽ ലോൺ പെയർ എന്തായിരിക്കും? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഈ രണ്ടാമത്തെ ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ ഉണ്ട്? പറഞ്ഞോ, പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല, വേണ്ട. അവിടെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ എത്രയായിരിക്കും? 2. വെരി ഗുഡ്, 2 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 6 മൈനസ് 2 കേട്ടോ, ഓർത്ത് നോക്കാം. മൈനസ് ഹാഫ് ഇൻറ്റു കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ലോൺ പെയർ 2 വന്നത്? ഉണ്ടോ? ഓർത്ത് നോക്കാം. ഡൗട്ട് ഉണ്ടോ? ഇത് കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആണോ? ഇനി ബോണ്ട് പേസ് എത്ര ഉണ്ട്? ഈ ഓക്സിജന് ചുറ്റിനും എത്ര ബോണ്ട് ഉണ്ട്? അമൽ, ത്രീ ബോണ്ട് അല്ലെ? 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? 3 into 2 അല്ലെ? അപ്പൊ എത്രയായിരിക്കും? 6 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 3 into 2 6. ആൻസർ എത്ര കിട്ടിയ നിങ്ങക്ക്? 1 കിട്ടിയ എല്ലാവർക്കും? കിട്ടിയില്ലേ? 6. ഇവിടെ ഒരു ബോണ്ട് ഈ ഓക്സിജന്, ഇവിടെ സെക്കൻഡ്, തേർഡ്, 3 ബോണ്ട്സ് അല്ലേ? 3 ബോണ്ട്സ്. ഓക്സിജൻ സറൗണ്ടിങ് ആയിട്ട് വർത്താനം പറയാം. സറൗണ്ടിങ് ആയിട്ട് എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്ക്. ഈ ഓക്സിജന് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് 1, ഇവിടെ 2, ഇവിടെ 3, 6 കേട്ടോ. 3 ബോണ്ട് മീൻസ് 6 ഇലക്ട്രോൺ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ടോട്ടൽ ഇവിടെ വരുമ്പോ 3 ആയി അല്ലെ? 2, 6 മൈനസ് 2 4, 4 മൈനസ് 3 1 കേട്ടോ. അപ്പൊ FC ഇവിടെ 1 ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. 1 കേട്ടോ. ഇനി അർജുനാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡ് ഓക്സിജന്റെ FC കിട്ടി കേട്ടോ. തേർഡ് ഓക്സിജൻ അർജുനെ FC ഈക്വൽ ടു വാലൻസ് ഇലക്ട്രോൺ എത്രയാണ് അർജുൻ? 6. വെരി ഗുഡ്, 6. അത് ഫിക്സ്ഡ് ആണ് അല്ലെ? കാരണം ഓക്സിജൻ ആണ്. ഇനി ഇതാണ് തേർഡ് ഓക്സിജൻ. ഇതിന്റെ ലോൺ പേസ് എത്ര ഉണ്ട്? 6. വെരി ഗുഡ് കേട്ടോ, പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായി. Then half of bond pair എത്ര ആയിരിക്കും? ബോണ്ട് പെയർ എത്ര ബോണ്ട് പെയർ ഉണ്ട്? അല്ല പറഞ്ഞോ, എത്ര ബോണ്ട് ഉണ്ട് നോക്കുക. ആ തേർഡ് ഓക്സിജൻ എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ട് അല്ലേ ഉള്ളൂ? 1 ബോണ്ട്. 1 ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ആണ്? ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? ഇവിടെ നോക്കിയ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ വരും? ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ഇത്രയും ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. മനസ്സിലായോ? അപ്പോ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഉണ്ടോ ഇവിടെ ഡബിൾ ബോണ്ട് വരുമ്പോ എത്രയാ? 2 into 2 എത്രയാ? 4 ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 1 ബോണ്ട് ആണെങ്കിൽ 1 into 2 ഉണ്ടോ, ഐഡിയ വരും. അപ്പോ ഇവിടെ ഞാൻ എഴുതുന്നത് ഹാഫ് into 2. എത്രയായിരിക്കും ആൻസർ വരുന്നത്? വർത്തമാനം പറയല്ലേ, എത്ര കിട്ടും? -1 കേട്ടോ, ഓർത്ത് നോക്കാം. -1 കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എടുത്ത് എഴുതും. ഇതാണ് ആൻസർ കേട്ടോ, FCയുടെ ആൻസർ. ഇനി ഇത് എന്തിനാ നിങ്ങൾ പഠിച്ചത്? അതാണ് ആദ്യം ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കാം, നേരത്തെ CO ഒക്കെ എഴുതിയപ്പോ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇലക്ട്രോൺസ് 5 വന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇതിനകത്ത് അവര് ഒക്ടറ്റ് ആവാൻ വേണ്ടി ഇലക്ട്രോൺസുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഈ ഓക്സിജൻ എത്ര ഉണ്ട് ഇപ്പൊ നോക്കിയാൽ 1 2 3 4 5 ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ എവിടെ പോയി? ഇവിടെ 1 2 3 4 5 അല്ലേ ഉള്ളൂ. 1 ഇലക്ട്രോൺ ഈ ഓക്സിജൻ ഇയാൾക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? 8 ആവാൻ. മനസ്സിലായോ? അപ്പൊ ഇത് +1, ഇതെന്തായിരിക്കും? -1. അത് കണ്ടെത്തുന്ന മെത്തേഡ് ആണിത്. അത് കണ്ടെത്തുന്ന മെത്തേഡ് ആണത്.
മനസ്സിലായോ? ഐഡിയ മനസ്സിലാക്കുക. അപ്പോ വലിയ മോളിക്യൂൾസ് വരുമ്പോ അതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. വലിയ മോളിക്യൂൾസുകൾ വരുമ്പോ ഷെയർ ചെയ്യുന്ന അല്ലെ, വലിയ മോളിക്യൂൾസ് വരുമ്പോ അല്ലെ, അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പ് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? കുറെ ട്രാൻസ്ഫറിങ് ഒക്കെ നടക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ വലിയൊരു ക്ലാസ് റൂം ആണ് ആക്ച്വലി സമയത്ത് ഇയാൾക്ക് പേനയില്ല, അയാൾ ചിലപ്പോ പേന അല്ലെ ഒന്ന് തരൂ ഷെയർ ചെയ്യാനായിട്ട് അല്ലെ, അപ്പൊ എഴുതിയിട്ട് തിരിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും അല്ലെ, പുറത്തു നോക്കാം. അതുപോലത്തെ നടക്കുന്നതാണ്. വലിയ മോളിക്യൂൾ ആകുമ്പോൾ കൂടുതൽ ഷെയറിംഗ് ഒക്കെ നടക്കും. അപ്പൊ ആ ഷെയറിംഗ് കണ്ടെത്തുന്ന മെത്തേഡാണ് ഈ ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പർപ്പസ് അറിയണം. ഇതിന്റെ മുകളിൽ എന്തായിരിക്കും? +1. അതിന്റെ മീനിങ് എന്താ? 1 ഇലക്ട്രോൺ ആർക്കോ കൊടുത്തു, അത് റിസീവ് ചെയ്ത ആൾ ആരായിരിക്കും? ഈ ഓക്സിജൻ. അതിനെന്ത് കൊടുക്കും? മൈനസ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഇനി പ്ലസും മൈനസും ഒക്കെ ഒരു മോളിക്യൂളിന്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ അത് ഫോർമൽ ചാർജ് ആണ്. ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അതിനുള്ളിൽ കോവാലന്റ് ബോണ്ട് തന്നെയാണ്, പക്ഷെ അതിനുള്ളിൽ തന്നെ ട്രാൻസ്ഫറിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് FC. ഇനി നിങ്ങൾ അടുത്ത ഹെഡിങ്, അപ്പൊ ഇത്രയും സമയം പഠിച്ചു അല്ലെ, ഓർത്ത് നോക്കാം. നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ. ഈ ഒക്ടറ്റ് റൂൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. എന്നാലേ പുതിയ റൂൾ വരുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആപ്പിൾ 14 Pro അത് കഴിഞ്ഞ് 15 Pro ഇറങ്ങുന്ന എന്തിനാ? 14 പോരെ? അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുമ്പോ എന്ത് ചെയ്യും അല്ലെ? ഇതിന് ഇന്ന ലിമിറ്റേഷൻ ഉണ്ട്, അപ്പൊ അത് മാറ്റിയിട്ട് അടുത്ത ലിമിറ്റേഷൻ. അങ്ങനെയാ സയൻസ്. പോവില്ല. നമ്മളിത് ഇതിന്റെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അടുത്ത ലെവലിൽ എത്തണമെങ്കിൽ ഇത് പഠിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് അല്ലെ. എന്തുകൊണ്ട്? നാളെ വന്നിട്ട് ഞാൻ ഇറങ്ങാണ് ആപ്പിൾ 24 Pro, ഭയങ്കര അൾട്ടിമേഷൻ ആയിട്ടുള്ള ഫോണാണ് ആക്ച്വലി. എന്ന സമയത്ത് ഇത് എന്റെ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് മാത്രം കാണാൻ പറ്റും, ഒരു സ്പെക്സ് ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിക്കൂടെ? ഞാനൊരു ഐറിസ് കണ്ണുള്ളിൽ ഫിറ്റ് ചെയ്യുന്നു. നോർമലി വരുന്ന സമയത്ത്, ബോൾ വരുന്ന സമയത്ത് എനിക്ക് മാത്രം കാണാൻ പറ്റും. എന്തിനാ ഈ ഗ്ലാസ് ഒക്കെ വെക്കുന്നത്? കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ആ ടെക്നോളജി ആവില്ലേ? ന്യൂറോലിങ്ക് അങ്ങനെയല്ലേ വരാൻ പോണേ? തലയിൽ വെച്ച് ചിപ്പ് വെക്കും. ചിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടുന്ന് ആപ്പ് മറ്റേ ഈ ഡോറും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് തിങ്ക് ചെയ്താൽ മതി, അത് വർക്ക് ചെയ്യില്ലേ? ഓർത്ത് നോക്കാം. അത് വിഷ്വലിന്റെ എഫക്റ്റിൽ കൊടുത്താൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് എനിക്ക് ദുബായി പോയി കണ്ടോണ്ടിരിക്കാം കുറച്ച് സമയം. ക്ലാസിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഞാനിടക്ക് ദുബായിലെ കാഴ്ചകൾ കാണാൻ പറ്റും. വിഷ്വൽ എന്ന് പറഞ്ഞാൽ അതല്ലേ? കണ്ണ് എന്ന് പറയുന്നത് എന്ത് നെർവാണ് അല്ലെ? ഓർത്ത് നോക്കുക. എന്തുകൊണ്ട് അത് വരുന്നില്ല? സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്തിനാ പഠിക്കുന്നത്? സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ഒരു അപ്ഗ്രഡേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോമൺ തിയറി. അതുകൊണ്ട് ഇത് പഠിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എത്താൻ പോവാണ് ലിമിറ്റേഷൻ ഓഫ് ദി ഒക്ടറ്റ് റൂൾ. നെക്സ്റ്റ് ഹെഡിങ്, ലിമിറ്റേഷൻ ഓഫ് ദി ഒക്ടറ്റ് റൂൾ. ലിമിറ്റേഷൻ ഓഫ് ദി ഒക്ടറ്റ് റൂൾ. ലിമിറ്റേഷൻ ഓഫ് ദി ഒക്ടറ്റ് റൂൾ. അപ്പൊ നമ്മൾ ഒക്ടറ്റ് റൂൾ പഠിച്ചു. ഔട്ടർ മോസ്റ്റ് 8 ആകുമ്പോൾ സ്റ്റേബിൾ ആകും എന്നുള്ളതാണ്. അപ്പോ അത് അനുസരിക്കാത്ത കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റ് എഴുതുന്നത്. ഫസ്റ്റ് പോയിന്റ് 3 പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ദ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം. ഫസ്റ്റ് പോയിന്റ്, ദ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം. ദ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം. The incomplete octet of the central atom. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. എന്തായിരിക്കും? ലെസ് ദാൻ 8 ഇലക്ട്രോൺ കേട്ടോ. ലെസ് ദാൻ 8 ഇലക്ട്രോൺ. 2 എക്സാമ്പിൾസുകളാണ് നമ്മൾ അവിടെ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് LiCl. Cl, ലിഥിയം ക്ലോറൈഡ്. LiCl, ലിഥിയം ക്ലോറൈഡ് കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ ലിഥിയം ക്ലോറൈഡ്. ലിഥിയം ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ അല്ലെ. ലിഥിയം എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ 3. 2,1 ഇലക്ട്രോൺ ആണ് ലിഥിയം. ദെൻ ക്ലോറിൻ എത്രയാണ് അല്ലെ? 1 2 3 4 5 6 7. ഇതില് സിംഗിൾ ബോണ്ട് ആണ്. ഇങ്ങനെയാണ് ലിഥിയം ക്ലോറൈഡ് നിൽക്കുന്നത്. ഇത് ഒക്ടറ്റ് ആണോ? ലിഥിയം അല്ല, പക്ഷെ സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ LiCl എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ഇട്ട് ഇതുപോലെ നിൽക്കുന്നു, എന്നിട്ടും അത് എക്സിസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ LiCl, ഇതാണ് LiCl വരുന്നത്, പക്ഷെ ഇത് സ്റ്റേബിൾ ആണ്. ഒക്ടറ്റ് റൂൾ എന്തായി? ഫോൾസ് അല്ലെ, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയില്ല, അത്രേ ഉള്ളൂ. അനദർ എക്സാമ്പിൾ BeH2.
സെക്കൻഡ് എക്സാമ്പിൾ BH2. ബെർലിയം ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ബെർലിയം ആറ്റമിക് നമ്പർ 4 2,2. അപ്പൊ ഔട്ടർ മോസ്റ്റ് 2 ഇലക്ട്രോൺ. ഹൈഡ്രജൻ ഉണ്ടോ? ഓർത്തു നോക്കാം. ഇപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ബെർലിയത്തിന്? ടോട്ടൽ 4 ഉണ്ടോ? പക്ഷെ അതെന്താ? സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആണ്. അപ്പോ ലെസ് ദാൻ 8 ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇനി നെക്സ്റ്റ് അടുത്ത സബ് ആയിട്ട് വരുന്നത് കേട്ടോ സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ. ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂളില് സെക്കൻഡ് പോയിന്റ്, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. ഓഡ് ഇലക്ട്രോൺ, ODD, ഓഡ് 3, 5 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ഹൈഫൺ ഇടുക. അതെന്താന്ന് എഴുതി വെക്കാം. ഇൻ എ മോളിക്യൂൾ, in a molecule with an odd number of electrons, in molecules with an odd number of electrons, odd number of electrons, like nitric oxide, like nitric oxide, NO. എക്സാമ്പിൾ NO ആണ്. NOയും NO2 ഉണ്ട്. അതിൽ NOന്റെ നമുക്ക് വരക്കാം. NO, NO കേട്ടോ. നോക്കാം. നൈട്രജൻ ആറ്റമിക് നമ്പർ എത്രയാ? നൈട്രജൻ ആറ്റമിക് നമ്പർ എത്രയാ? 7. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ വരും? 5 വരും അല്ലെ? ഓർത്ത് നോക്കാം. ഇനി NO ആണ്. ഓക്സിജന് നമുക്കറിയാം 1, 2, 3, 4, 5, 6 ഉണ്ടോ? 6. നൈട്രജന് ഇതുപോലെ വരും. ഇനി ഇത് വരച്ചു കഴിഞ്ഞാൽ എത്ര വരും ഔട്ടർ മോസ്റ്റിൽ? 7 വരും. എത്ര ഉണ്ടോ? ഗോഡാണ് വരുന്നത്. ഇതുണ്ടോ? ഇതിന് 8 ആവും. Nന് 7 ആവും. കണ്ടോ? ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എഴുതി കേട്ടോ. NO എഴുതുമ്പോ NO. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. എന്തായിരിക്കും? 8ന് മുകളിൽ വരും. പക്ഷെ എന്താണ് അല്ലെ? എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. സ്റ്റേബിൾ ആണ് കേട്ടോ. ആ രീതിയിലാണ് വരുന്നത്. അടുത്തത് the expanded octet. Third point, the expanded octet hyphen, expanded octet hyphen എഴുതി വെക്കാം. More than 8 valence electron around the central atom. More than 8 valence electron, more than 8 valence electron around the central atom. More than 8 valence electron around the central atom. Around the central atom. രണ്ട് എക്സാമ്പിൾ ആണ്. PCl5, PCl5, phosphorus pentachloride. Then SF6 കേട്ടോ. SF6 ഇത് രണ്ടും ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. സൾഫർ ആണ്. ഹെക്സാഫ്ലൂറൈഡ്. അപ്പോ ഈ പിയില് ആറ്റമിക് നമ്പർ എത്രയാ? ഫോസ്ഫറസ് ആറ്റമിക് നമ്പർ, ഫോസ്ഫറസ് ആറ്റമിക് നമ്പർ എത്രയാ? ആരെങ്കിലും ഒരാളെങ്കിലും പറ. ഇയാളെ എന്റെ അടുത്തെത്തി. 18 ആർഗൺ, 15 കേട്ടോ. ഓർത്ത് നോക്കാം. 15 കേട്ടോ. ഓർത്ത് നോക്കാം. 16 സൾഫർ, 17 ക്ലോറിൻ കേട്ടോ. ഓർത്ത് നോക്കാം. 18 ആർഗൺ കേട്ടോ. കിട്ടണം. ദെൻ അപ്പൊ എങ്ങനെ എഴുതും? 15 ആണെങ്കിൽ 2,8,5. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. 1, 2, 3, 4, 5 കേട്ടോ. ഓർത്ത് നോക്കാം. ചുറ്റിനും വേണമെങ്കിൽ എഴുതാൻ വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ എഴുതേക്കാം. 5 ആയി. അപ്പോ അങ്ങനെ വരുമ്പോ ക്ലോറിൻ എത്ര ക്ലോറിൻ ഉണ്ട്? 5 കണ്ടോ. ഓർത്ത് നോക്കുക. ക്ലോറിന്റെ ഇലക്ട്രോൺ ആണ് ഇവിടെ 1. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി ഫോസ്ഫറസിന്റെ അറൗണ്ട് ആയിട്ട്?
കുറെ ഉണ്ടെന്നല്ല, കറക്റ്റ് നമ്പർ പറ. എത്ര ബോണ്ട് ഉണ്ട്? ഇപ്പൊ 5 ബോണ്ട് അല്ലേ? 5 into 2 അപ്പൊ എത്രയായിരിക്കും? 10 ഇലക്ട്രോൺ. കണ്ടോ? ഓർത്ത് നോക്കുക, 10 ഇലക്ട്രോൺ. സെൻട്രൽ ആറ്റത്തിന് സറൗണ്ടിങ് ആയിട്ട് എത്ര വരും? 10 ഇലക്ട്രോൺ. കേട്ടോ? ഓർത്ത് നോക്കുക, 10 ഇലക്ട്രോൺ. കേട്ടോ? ഓക്കെ. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർത്ത് നോക്കണം കേട്ടോ. 5 SF6 12 ഇലക്ട്രോൺ. കേട്ടോ? ഓർത്ത് നോക്കാം. 10 കിട്ടിയിരുന്നോ? ആ, അതാണ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. കണ്ടോ? സ്റ്റേബിൾ ആണ്. അങ്ങനെ കുറെ മോളിക്യൂളുകൾ വന്നു. അതോടുകൂടി എന്താണ് അല്ലെ, നമുക്ക് ഒക്ടറ്റ് റൂളൊക്കെ മാറി. ഇനി എന്ത് റൂളൊക്കെയാണ് പഠിപ്പിക്കുന്നത്? VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അല്ലെ. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് അല്ലെ. ഓക്കെ, ഓർത്ത് വെക്കാം. ഒരിക്കലും ഇല്ല. അങ്ങനെ ആവുമ്പോ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ പേര് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത്ര നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഓർത്തോ, ഇന്നോവേഷൻ കാരണം. ആ ഇന്നോവേഷന് മുമ്പ് അതുപോലെ ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോ ഇത് പണ്ട് കാലത്ത് ഈ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ മതി. പല അസുഖങ്ങൾ ഇപ്പൊ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഭയങ്കര ടെറിബിൾ ആൻഡ് ഹോറിബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ലൈഫ് സ്റ്റൈലിലൊക്കെ അല്ലെ, എത്രയോ കാമാൻ സുഖമായിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വണ്ടികളൊന്നും കണ്ടെത്തിയില്ലായിരുന്നു വെച്ചെങ്കിൽ അല്ലെ, നമ്മൾ അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഇന്നോവേഷൻ തന്നെ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കുറെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേറെ പ്രശ്നങ്ങളിലേക്കും വരും അല്ലെ. ഓർത്തോളൂ. ഡേറ്റ് അറിയില്ല, ഡേറ്റ് അറിയില്ല കേട്ടോ. ഹെഡിങ് എഴുതി കേട്ടോ. അടുത്ത ഡ്രോബാക്സ് ഓഫ് ദി ഒക്ടറ്റ് തിയറി. ഡ്രോബാക്സ് ഓഫ് ദി ഒക്ടറ്റ് തിയറി. ഇപ്പൊ എഴുതിയ എന്തായിരുന്നു? ലിമിറ്റേഷൻ. കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി ഡ്രോബാക്സ് ഓഫ് ദി ഒക്ടറ്റ് തിയറി. ഡ്രോബാക്ക് of the octet theory. First point എഴുതി വെക്കാം. It is clear that octet rule is octet rule is based upon the chemical inertness of noble gases. Chemical inertness of noble gases. INERTNESS. Inertness of noble gases. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഇനേർട്ട് കേട്ടോ, നോബിൾ ഗ്യാസ്. കെമിക്കൽ ഇനേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല. കെമിക്കൽ ഇനേർട്ട്നെസ് ഓഫ് ദി നോബിൾ ഗ്യാസസ്. ഫുൾ സ്റ്റോപ്പ്. However, some noble gases ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. xenon, XENON, xenon and krypton, KRYPTON, krypton. xenon and krypton ബ്രാക്കറ്റിൽ കേട്ടോ, ഓർത്ത് വെക്കുക. some noble gases ബ്രാക്കറ്റിൽ xenon and krypton ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. also combined with oxygen and fluorine. ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലെ ആ ഒരു കാര്യം നമുക്ക് മാറ്റേണ്ടി വരും എന്ന് പറയുന്നതിൽ ഒരു റീസൺ ആണ് ആക്ച്വലി. ആദ്യം വരുന്നത് എന്താ? ലിമിറ്റേഷൻ. ലിമിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ചില കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഡ്രോബാക്സ് എന്ന് പറയുന്ന സമയത്ത് അത് അല്ലെ വേറെ ഒരു തിയറി വരണം എന്ന് പറയാൻ മെയിൻ കാര്യം എന്താണ്? തെറ്റാണെന്ന് തെളിയിച്ചു. എന്താണ്? നോബിൾ ഗ്യാസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഒക്ടറ്റ് റൂളിന്റെ മെയിൻ തിയറി കേട്ടോ. 8 ആവുമ്പോൾ പിന്നെ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ സെനൺ എന്ന് പറയുന്ന ആ നോബിൾ ഗ്യാസിന്റെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് പിന്നീട് റിയാക്ട് ചെയ്യുന്നതായിട്ട് ഫൈൻഡ് ചെയ്തു. ഒരു നീൽ ബാർലെറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ആ ടൈമിലാണ് അത് എന്ത് ചെയ്തത്? ഈ ഒരു കാര്യത്തിലേക്ക് വന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്. ഇതിൽ സെക്കൻഡ് പോയിന്റ്
This theory does not account for the shape of molecule. This theory does not account. This theory does not account for the shape of molecule. For the shape of molecule. This theory does not account for the shape of molecule. Shape of molecule. എഴുതിയോ? Okay. The next, third point. ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. It does not explain the relative stability of the molecule. It does not explain the relative stability of the molecule. It does not explain the relative stability of the molecule. കേട്ടോ. അപ്പൊ ഈ 3 പോയിന്റ് കൂടി ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഡ്രോബാക്സ് ആയി അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പുതിയ തിയറികളൊക്കെ അല്ലെ പഠിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അടുത്ത മോഡലിലേക്ക് എത്തി. അതല്ലേ ബോർ മോഡൽ കഴിഞ്ഞിട്ട് ഏത് മോഡലാണ് പഠിച്ചത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനേക്കാളും നല്ലൊരു മോഡൽ ഉണ്ടെന്ന് പറഞ്ഞ് അത് കണ്ടെത്തുന്നു അല്ലെ. ആ പുതിയൊരു തിയറി കൊണ്ടുവരുന്നു. അപ്പൊ അതെന്ത് പറ്റും? അടുത്തൊരു ലെവലിലേക്ക് വരും. അങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കയറുമ്പോ പുതിയ ഇന്നോവേഷനായി, പുതിയ കാര്യങ്ങളായി അല്ലെ. അങ്ങനെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് കൊണ്ടുവന്നിട്ട് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് എന്താണ്? അപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലെ. അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രീതിയിലും ക്ലിയർ ചെയ്തു വന്നാൽ മാത്രമാണ് അപ്രൂവൽ ആവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അതിന് വരെ മറ്റേ ആള് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്ലിയർ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്തായാലും അത് എത്തില്ല. ഇനി വരുന്ന കുറച്ച് ടേമുകളാണ്. ലാറ്റിസ് എൻതാൽപ്പി, അതുപോലെ കുറച്ച് ടേമുകളാണ്. ആ സമയത്ത് നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവും. കണ്ടോ അവിടെ പറയണം. എത്ര ക്വസ്റ്റ്യൻ നോക്കണം? പറഞ്ഞു അവിടെ ബാക്കിൽ നിന്ന് പറയണ്ടത്. കൈ ഉയർത്തി 5 ക്വസ്റ്റ്യൻ അല്ലെ. പെട്ടെന്ന് വാ കേട്ടോ. ഒരു 2 ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ നോക്കാം കേട്ടോ. നോക്കാം, കുഴപ്പമില്ല. നിങ്ങൾ പറയിപ്പിക്കും കേട്ടോ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇതിന്റെ ഇതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കണം. 3.20 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് എലമെന്റ് വുഡ് ഹാവ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഓക്സിജൻ ഓർ ഫ്ലൂറിൻ? എന്തായിരിക്കും? 3.20 ഓക്സിജൻ ഓർ ഫ്ലൂറിൻ, വിച്ച് ഈസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഓക്സിജൻ ഓർ ഫ്ലൂറിൻ ഏതിനായിരിക്കും? പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഫ്ലൂറിൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് എക്സെപ്ഷൻ അല്ല. അതുകൊണ്ട് എന്ത് തന്നെയാണ്? ഫ്ലൂറിൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ എഴുതണം ഇൻ എ പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അല്ലെ. ഓർത്ത് നോക്കാം. therefore ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സെപ്ഷൻ ആണ്. ഫ്ലൂറിൻ ഓർ ക്ലോറിൻ? ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് വരും എന്നാ പഠിപ്പിച്ചേക്കുന്നത്? ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ ആണ് ആവേണ്ടത്. പക്ഷെ അല്ല, നേരെ തിരിച്ച് ക്ലോറിൻ ആകും. അത് ആണ് ഇവിടുത്തെ ചലഞ്ച് ആയിട്ട് വരുന്നത്. എക്സെപ്ഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഫ്ലൂറിൻ ഓർ ക്ലോറിനില്. അപ്പൊ അതൊന്ന് എഴുതിക്കോ കേട്ടോ. നിങ്ങളൊന്ന് എഴുതി എന്നിട്ട് അത് കാണാതെ പറയാം. ഇപ്പൊ എഴുതിക്കോ. അവിടെ വേർഡ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആണ്. അപ്പോ ക്ലോറിൻ ആണ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത് കേട്ടോ. അപ്പോ അതാണ് നമ്മളിപ്പോ എഴുതാൻ പോകുന്നത് കേട്ടോ. നേരെ തിരിച്ചാണ് വരേണ്ടത് അല്ലെ. ശരിക്കും ജനറൽ ട്രെൻഡിനേക്കാളും എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. അവിടെ ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ വരും. എന്താ വരുന്നത്? ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിക്കോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെ എഴുതി വെച്ചു. electron gain enthalpy of oxygen
electron gain enthalpy of fluorine is less than that of chlorine. Electron gain enthalpy of fluorine is less than ആരാണ് that of chlorine. കേട്ടോ, ഒരു എക്സെപ്ഷൻ ക്വസ്റ്റൻ ആണ് കേട്ടോ, എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. ഫ്ലൂറിനും ക്ലോറിനും എടുക്കുമ്പോൾ ശരിക്കും ആരാണ് ഹയസ്റ്റ് ആവേണ്ടത്? ഫ്ലൂറിനാണ്. പക്ഷെ എക്സെപ്ഷൻ ആയിട്ട് ആര് വരും? ക്ലോറിൻ വരും കേട്ടോ, ഓർത്ത് വെക്കാം. This is because when an electron is added to fluorine, this is because കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 3.20 അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ, 3.20 സെക്കൻഡ് ക്വസ്റ്റ്യൻ. This is because when an electron is added to fluorine, the added electron goes to the smaller n equal to 2 quantum level, smaller n equal to 2 quantum level, and suffer significant repulsion, from the other electron present in this level. Repulsion from the other electron present in this level. കേട്ടോ, അതാണ് ആൻസർ. അപ്പോ അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ, ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. ഫ്ലൂറിൻ ആറ്റമിക് നമ്പർ എത്രയാ? 9, 2,7. ഈ ഷെൽ എന്താ? K. ഇതെന്തായിരുന്നു? L. ഇനി ക്ലോറിൻ ആറ്റമിക് നമ്പർ 17, 2,8,7. ഇത് KL. ഇതെന്ത് ഷെല്ല? M. ഇവിടെ ഓർത്തു വെക്കുക, ഫ്ലൂറിന്റെ കേസിൽ മാക്സിമം എത്ര ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ? കെയിൽ എത്ര? 2. എല്ലിൽ എത്രയാ മാക്സിമം? 8. കെയിൽ 2 ആണ് മാക്സിമം ഫില്ല് ചെയ്യുന്നത്. ഇക്വേഷൻ ഓർമ്മയുണ്ട്, 2n². ഇതിലെത്രയാ? 8. എമ്മിൽ എത്രയാ? 18. അപ്പോ ഇവിടെ 1 ഇലക്ട്രോൺ കൂടി അത് എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? റിപ്പൾഷൻ വരും. എന്ന് പറഞ്ഞപ്പോ ഒരു ഇന്നോവ കാറിൽ പോവാണെന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാറില്, അതിലാകെ ഒരു ഇന്നോവ കാർ, അതിൽ മാക്സിമം ഒരു 8 ആൾക്കാരെ കയറാൻ പറ്റുമെന്ന് കരുതാം. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇന്നോവ കാറിൽ 8 ഒക്കെ കയറും അല്ലേ? 6 ഒക്കെ കഷ്ടിച്ച്. അപ്പോൾ 8 ആൾക്കാരെ കയറാൻ പോവാണ്, മാക്സിമം കയറ്റാൻ പറ്റും, കുത്തി നിറച്ച് കയറ്റാൻ പറ്റും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 7 ആൾക്കാരായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തം തന്നെ 8ാമത്തെ നമ്മൾ ഒരുവിധം കരുതിയിരിക്കുകയാണ്. അപ്പോഴാണ് വരുന്നത്. അപ്പൊ അയാൾ കയറ്റുമ്പോ അതിനകത്തിരിക്കുന്ന ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്ന് കരുത്. ഇലക്ട്രോൺസ് വേണ്ട, നീ വരണ്ട, നീ വേറെ അപ്പുറത്ത് കയറ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു റിപ്പൾഷൻ വരും. അതാണ് ഇപ്പൊ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മീനിങ്. അപ്പൊ ഇലക്ട്രോൺ റിപ്പൾഷൻ വരും. അതേ സമയത്ത് ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയേ, ക്ലോറിന് 1 കിട്ടിയാൽ എന്താവും? 8 ആവും. പക്ഷെ ഓക്യുപ്പേഷൻ എത്രയാ? 18 എന്ന് പറഞ്ഞാൽ 18 സീറ്റുള്ള വലിയൊരു ബസ്സാണെന്ന് ഇമാജിൻ ചെയ്യാം അല്ലെ? അതില് 7 പേര് അല്ലെ, 8 പേരെന്ന് പറഞ്ഞാലും വീണ്ടും ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെ റിപ്പൾഷൻ ഉണ്ടാവോ? ഇല്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും, ഈസി ആയിട്ട് അത് റിസീവ് ചെയ്യും. അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. അപ്പോ ഇവിടെ എന്താണ് ആക്ച്വലി അല്ലെ? ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ, ആ മീനിങ് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ ക്വസ്റ്റൻ ഉള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. ക്ലിയർ ആണോ? n=2 എന്ന് പറഞ്ഞാൽ എന്താ? അതാ കണ്ടോ, n=2 കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏത് ഷെല്ലാന്ന് എഴുതാം? എൽ ഷെൽ. ഒന്ന് എഴുതി വെച്ചോ, n=2 എൽ ഷെൽ കേട്ടോ, ഓർത്ത് വെക്കാം. അവിടെ എന്ത് വരും? സിഗ്നിഫിക്കന്റ് റിപ്പൾഷൻ. അപ്പൊ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ? ഇലക്ട്രോൺ റിപ്പൾഷൻ. ആർക്കുണ്ട്? ഫ്ലൂറിനുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താക്കി? ലെസ് ആകും കേട്ടോ, അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പതുക്കനെ ഇതൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ, ഓർത്ത് വെക്കാം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം, എന്നാലേ മാർക്കൊക്കെ ആവുള്ളൂ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം.